നമ്മളിപ്പോൾ ഉള്ളത് ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലാണ്. നമ്മൾ ഇതിൻ്റെ കവാടത്തുനിന്ന് ഇന്ന് ഇവിടെ എന്തോ ഫെസ്റ്റിവലോ ഒന്ന് നടക്കുകയാണ്. അത് കാരണം ഒരു 8 കിലോമീറ്റർ ബാക്കിൽ നിന്ന് നമ്മുടെ ബാരിക്കേഡ് വെച്ച് പ്രൈവറ്റ് വാഹനമൊന്നും അകത്തേക്ക് കടത്തി വിടുന്നില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. ഗേറ്റ് വരെ, പ്രധാന ആ ഗേറ്റ് വരെ ഞങ്ങൾ വിട്ടു. അവിടുന്ന് വീൽ ചെയറിൽ കയറി ക്ഷേത്രത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാത്റൂമിൽ പോകണം. ഇതിനോ 100? ഇതിനെത്രയാണ്? 270 രൂപ. എന്താ ഇന്ത്യയിലെ ഏക സൂര്യക്ഷേത്രം തോന്നുന്നല്ലേ ഇത്? വേറെ എവിടെ ഉണ്ടോ എന്നറിയില്ല. ഇവിടെ ഇപ്പോൾ ആരാധനയൊന്നും നടക്കുന്നൊന്നുമില്ല. ക്ഷേത്രം പണിയാൻ ചെങ്കല്ലും കരിങ്കല്ലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൂരി ജില്ലയിലെ പൂരി തീരപ്രദേശത്തിനടുത്തുള്ള നഗരത്തിൽ നിന്ന് മാറി ഏകദേശം 35 കിലോമീറ്റർ വടക്ക് കിഴക്കായി കൊണാർക്ക് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിൽ, ഏകദേശം 1250-ാം ആണ്ടിൽ കിഴക്കൻ ഗംഗ രാജവംശത്തിലെ രാജാവായ നരസിംഹദേവൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. സൂര്യക്ഷേത്രത്തിലേക്ക് അടുക്കുന്തോറും അത്ഭുതകരമായ, അതായത് ഭീമാകാരമായ ശില്പരഥത്തിൻ്റെ പ്രൗഢഗംഭീരമായ ചാരുത കണ്ട് നമ്മളങ്ങനെ മതിമറന്ന് നിൽക്കും. ഭാരതത്തിലെ ഓരോ ക്ഷേത്രങ്ങളും പകരം വയ്ക്കാനാവാത്ത നിർമ്മാണ രീതികൾ കൊണ്ടും അതിന് പിന്നിലെ കഥകൾ കൊണ്ടും പ്രസിദ്ധമാണ്. സഞ്ചാരികളും ചരിത്രകാരന്മാരും വിശ്വാസികളുമെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം കാണുവാനും അറിയുവാനുമായി എത്തുന്നു. അത്തരത്തിൽ അത്ഭുതം മാത്രം സമ്മാനിക്കുന്ന ഒന്നാണ് ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രം. രവീന്ദ്രനാഥ ടാഗോർ കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന്. രഥത്തിൻ്റെ ആകൃതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. 7 കുതിരകളും 22 ചക്രങ്ങളും സൂര്യദേവനെ ആകാശത്തിന് കുറുകെ വഹിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രഥത്തിൻ്റെ 2 വശങ്ങളിലായി 12 ചക്രങ്ങൾ വീതമുണ്ട്. ചക്രങ്ങളുടെ നിഴൽ നിലത്ത് വീഴുന്നത് നോക്കി സമയം വളരെ കൃത്യമായി അറിയുവാൻ സാധിക്കും എന്നതാണ് ഈ രഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സൂക്ഷ്മമായ കൊത്തുപണികളും ചിത്രപ്പണികളും ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും നമുക്ക് കാണാൻ സാധിക്കും. പുരാണങ്ങളിൽ പ്രസിദ്ധമായ കഥാസന്ദർഭങ്ങൾ, ദേവീദേവന്മാർ, യക്ഷികൾ, മറ്റും നൃത്തം ചെയ്യുന്ന ദേവകന്യകൾ എന്നിങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത തരത്തിലുള്ള ശില്പവൈവിധ്യം നമുക്കിവിടെ കാണാം. 12-ാം നൂറ്റാണ്ടിൽ 1500-ലധികം തൊഴിലാളികൾ 12 വർഷം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ക്ഷേത്രം ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനൊരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾക്കത് നേരിട്ട് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ക്ഷേത്രത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അംഗഭംഗം വന്നിട്ടുണ്ട്. അതായത് 1837-ൽ ക്ഷേത്രം തകർന്നതായി കരുതപ്പെടുന്നു. അതായത് ഭൂകമ്പം മൂലവും അല്ലാതെയും മറ്റുള്ള പല വിവിധ കഥകളും അതിനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ 10 രൂപ നോട്ട്, അതിൻ്റെ പുറകിൽ കാണുന്ന കണ്ടില്ലേ, ഇത് ഈ കൊണാർക്കിലെ ഈ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ പടമാണ്. അതുപോലെ ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും ക്ഷേത്രം തകർന്നതിനെക്കുറിച്ചൊക്കെ പല കഥകളും പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്: ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കാന്തങ്ങളുടെ പ്രത്യേക ക്രമീകരണത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചുയർത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് കാരണം
വിഗ്രഹം വായുവിൽ പൊങ്ങിക്കിടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയായിരുന്നു ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അതേപോലെ എന്നാൽ ഇത് കടൽ യാത്രികർക്ക്, അതായത് കപ്പലിൽ പോകുന്ന നാവികർക്കൊക്കെ ഇത് കാരണം ദിശ കാണുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഈ കാന്തിക മണ്ഡലം തകർക്കുകയും ക്ഷേത്രം തകരുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. പിന്നെ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ തകരാറും അതേപോലെ ഇടിമിന്നലുമെല്ലാം ക്ഷേത്രത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി അങ്ങനെയും പറയപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അത്ഭുത നിർമ്മിതിയുടെ ശേഷിപ്പുകൾ കാണാൻ സഞ്ചാരികൾ ഒരുപാട് പേർ എത്തുന്നുണ്ട്. ഞാനും ഇതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞ മുതൽ, കേട്ടറിഞ്ഞ മുതൽ എനിക്കും കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു കൊണാർക്ക്. ഈ യാത്രയിൽ അതും സഫലമായി. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ക്ഷേത്ര ചുവരുകളിൽ രതിശില്പങ്ങളോ, അത് കേൾക്കുമ്പം കുറച്ച് അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അത് നമുക്കിവിടെ കാണാം. ഈ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് രതി ശില്പങ്ങൾ. ഇത് കണ്ടപ്പം എനിക്കും ശരിക്കും അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഈ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഈ കാമസൂത്ര കൊത്തിവെച്ചിരിക്കുന്നത് 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ചുവരുകളിൽ ഇതുപോലെയുള്ള രതിശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. നേരം ഇരുട്ടി തുടങ്ങി. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഭയങ്കര തിരക്ക്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ താമസ സ്ഥലം ലക്ഷ്യമാക്കി പോയി. ഞങ്ങൾ രാത്രി താമസിച്ച മലയാളി അസോസിയേഷൻ്റെ ഹാളാണ്. ആ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ രാത്രി ഉറങ്ങിയത്. രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അസോസിയേഷൻകാർ ഏർപ്പാടാക്കി തന്നിരുന്നു. നല്ല റൊട്ടിയും കീമയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ഒരുക്കി അവർ ഞങ്ങൾക്ക് ഏർപ്പാട്. യാത്ര തുടരാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ തന്നെ. യാത്രക്കിടയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രാകേഷ്, തിരുവനന്തപുരത്തുള്ള രാകേഷ്, അവർ വേറെ തന്നെ തനിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞങ്ങളും പറഞ്ഞു. ഭുവനേശ്വരം മുതൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ 5 പേര് മാത്രമായി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ ലക്ഷ്യം കൊൽക്കട്ടയാണ്. കൊൽക്കട്ട എത്തുകയാണ് ലക്ഷ്യം. നല്ല തെളിഞ്ഞ ആകാശം, നല്ല ചൂടാണ്. രാവിലെ ഒരു തണുപ്പുണ്ടായിരുന്നു, പിന്നെ ചൂടായി. ഇവിടെ പോലീസ് ഹെൽമെറ്റ് കർശനമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളിനി കുറച്ച് ദൂരം കൂടെ പിന്നിട്ടാൽ ഒഡീഷ കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലേക്ക് പ്രവേശിക്കും. വലിയൊരു പുഴ, വറ്റി വരേണ്ട വലിയൊരു പുഴ. പാലത്തിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോയിട്ടും മറുകര എത്തുന്നില്ല. സൂരജ് ഇതേ പോകുന്നു. സൂരജിൻ്റെ വണ്ടിയുടെ പുറകിൽ രഞ്ജിയാണ് ഇരുന്നിട്ടുള്ളത്. സൂരജിൻ്റെ വൈഫ് സൗമ്യക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ. അങ്ങനെ സൗമ്യ നമ്മുടെ വണ്ടിയിലും രഞ്ജി അവൻ്റെ സ്കൂട്ടിയിലും കയറി. ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. സൗമ്യക്ക് ഇന്നലെ രാത്രി ഷുഗർ കുറഞ്ഞിട്ട് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. അവിടെ പോയി
മരുന്നൊക്കെ കഴിച്ച് റെഡിയായി. സമയം ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭക്ഷണം രാവിലെ മനുവിൻ്റെ ഇഞ്ചിയും കൂടെ ഉണ്ടാക്കിയെടുത്തിരുന്നു നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന്. അവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ജെഞ്ചി എല്ലാ പാത്രത്തിലേക്കും ചോറ് വിളമ്പി കൊടുക്കുന്നു. മനു പയറൊക്കെ ഇട്ടിട്ട് ഒരു പുലാവ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ചോറാണ്. നല്ല ടേസ്റ്റാണ്. ഉണക്കമീനും കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ബോംബെ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് യാത്രകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കറി വേറെ ചോറ് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം വേണം. ഇതാകുമ്പോൾ എല്ലാം ഒന്നിച്ച് പെട്ടെന്ന് മനു തട്ടിക്കൂട്ടുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റാണ് ഭക്ഷണം. ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇതൊരു കല്യാണ ഘോഷയാത്രയാണ്. യാത്രയിലെ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.